ഖുർആനിനെ പുച്ഛിക്കുന്നവർക്ക് മുമ്പിൽ മിറാക്കിൾസ് ഓഫ് ഖുർആൻ എപ്പിസോഡ് നമ്പർ 3 ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിന് ഒരു തമാശയാണോ പൈതൃകമാണോ എന്നുള്ളത് വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം പറഞ്ഞോളൂ. മുകളിൽ കൊടുത്തിരിക്കുന്ന വാബിൽ നിന്നും ലാമിലേക്ക് 16 അക്ഷരങ്ങൾ. എന്താണ് 16ന്റെ പ്രത്യേകത? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 16ാമത്തെ സൂറത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ സൂറത്തിന്റെ നാമമാണ് നഹ്ലി എന്നുള്ളത്. ഇറ്റ്സ് എ നോട്ട് എ മിറാക്കിൾ അല്ലെ? ഇതൊക്കെ സ്വാഭാവികല്ലേ? മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഖുർആനിലെ ഈ ഒരു സൂറത്തിന്റെ ഏറ്റവും ചെറിയ ആയത്തെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 16ാമത്തെ ആയത്താണ്. ഓക്കെ, ഒരു പോട്ടെ, നമ്മൾ ഇപ്പോൾ ഓതി വെച്ച ആയത്ത് വൗഹാ റബ്ബുക എന്നുള്ള ആയത്ത്, ആ ആയത്തിൽ അറബിക് ആൽഫബറ്റ് നമ്പേഴ്സിൽ അക്ഷരങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് വെറും 16 അക്ഷരങ്ങളാണ്. അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. എന്താണ് ഈ 16ന്റെ പ്രത്യേകത? എന്താണ് ഈ നഹ്ല് എന്നുള്ളതിന്റെ അർത്ഥം? എന്തായിരിക്കും 16ന്റെ പ്രത്യേകത? 16ന് ഇത്രയും വലിയ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട എന്താവശ്യമാണ്? നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുക. ഈ നഹ്ലി എന്നുള്ളതിന്റെ മലയാള അർത്ഥം എന്നുള്ളത് തേനീച്ച എന്നാണ്. തേനീച്ചയെ കുറിച്ച് ഖുർആൻ സയന്റിഫിക്കലി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനും ഒരു കാര്യം കാണിച്ചാൽ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഈ ആൺ തേനീച്ചകൾക്ക് 16 ക്രോമസോമുകളും പെൺ തേനീച്ചകൾക്ക് 32 ക്രോമസോമുകൾ 2 പേഴ്സിലായിട്ട്, അതായത് രണ്ടിന് ജോഡികളായിട്ട് 16 ജോഡികളായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. മുകളിൽ കൊടുക്കുന്നുണ്ട്. എന്റെ പൊന്നു മകനെ, അന്റെ ഈ വീഡിയോ മുഴുവൻ കാണുമ്പോ ഇജ്ജ് വലിയ മിറക്കിള് പറയുമെന്ന് പറഞ്ഞിട്ട് കുറെ തേനീച്ചയും തേണ്ടരുത് ഖുറാനിൽ വലിയ സംഭവമായിട്ട്. എന്നോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഖുറാനിൽ ഒരു മിറക്കിൾ എനിക്ക് പറയാൻ പറ്റുമോ? അതെങ്ങനെ? ഖുറാനിൽ എഴുതിയേക്കുന്നത് എന്താ? ഭൂമി പരന്നതാണ്, പർവ്വതങ്ങൾ ഭൂമിയെ ആണി പോലെ അടിച്ചു ഉറപ്പിച്ച് നിർത്തിയേക്കുന്നു, പിന്നെ ആഴക്കടലിൽ ഇരുട്ടാണ്. അതെല്ലാവർക്കും അറിയാം ആഴക്കടലിൽ ഇരുട്ടാണെന്ന്. അന്നത്തെ കാലത്ത് മീൻ പിടിക്കാൻ പോകുന്നവർക്കും വെള്ളത്തിന്റെ അടി ഡൈവ് ചെയ്ത് ഈ പേൾസ് എടുക്കാൻ പോകുന്നവർക്കും എല്ലാം അറിയാം. അതൊക്കെയാണ് നിങ്ങൾക്ക് വലിയ സംഭവം. പിന്നെ 7 ആകാശം, അതൊക്കെയാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടോ മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന്? നിങ്ങളുടെ കിതാബിൽ എഴുതി വെച്ചേക്കുന്നത് അത് ഹൃദയത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. ഹൃദയം കൊണ്ട് ചിന്തിക്കൂ, ഹൃദയം കൊണ്ട് ചിന്തിക്കൂ. അത് പക്ഷേ സയൻസ് തെളിയിച്ച് കാണിച്ചു ഹൃദയം കൊണ്ടൊന്നും അല്ല മനുഷ്യൻ ചിന്തിക്കുന്നത്. മനുഷ്യന്റെ തലച്ചോറ് കൊണ്ടാണ് ചിന്തിക്കുന്നതെന്ന്. അതുപോലും തെറ്റായിട്ട് എഴുതിയിരിക്കുന്നു. പിന്നെ ഉണ്ട് വേറെ കുറേ ശാസ്ത്രങ്ങൾ ഇസ്ലാമിലെ, മറ്റേ ഭ്രൂണശാസ്ത്രം, എംബ്രിയോളജി, എങ്ങനെയാണ് ബീജം ഉണ്ടാകുന്നതെന്ന്. അത് ഇസ്ലാമിലെ ഖുറാനിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ആണിന്റെ വാരിയിൽ നിന്ന് ഉണ്ടാകുന്നതെന്നൊക്കെയാണ്. മറ്റേ സ്ത്രീ ഉണ്ടാക്കുന്നത് അതൊക്കെ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ഇതൊക്കെ ഇവർക്ക് വലിയ വിശുദ്ധ. പിന്നെ ആ അറബി മൂളിച്ചുണ്ട്, അത് മസ്റ്റാണ്. ഇങ്ങനെയൊക്കെ ഇവർ പറയുമ്പം അതിട്ടാൽ വിശ്വാസികളൊക്കെ മാഷാ അള്ളാ എന്ന് വിളിച്ചുകൊണ്ടെങ്കിരിക്കും. ഇനിയായാലും നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. പിന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളുടെ ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ സ്ഥലങ്ങള്, സ്വർഗത്തിലെ ഹൂറികള്, മദ്യപ്പുഴ, തേൻപുഴ, പാൽപ്പുഴ, വെള്ളത്തിന്റെ പുഴ, പിന്നെ വക്കുബായ് ബാത്രാബ, ഇതൊക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കഷ്ടം തന്നെ.